എയിംസ് വിഷയത്തിൽ ബിജെപിക്കുള്ളിൽ ഭിന്നത രൂക്ഷം. ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തിനെതിരെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് രംഗത്തെത്തി. അർഹമായ ജില്ല കാസർഗോഡാണെന്നും ലിസ്റ്റിൽ പോലുമില്ലാത്ത ആലപ്പുഴയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കെ ശ്രീകാന്ത് പ്രതികരിച്ചു. ഞങ്ങൾ ആദ്യം തൊട്ട് ഇപ്പോഴും ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയുടെ ജനങ്ങളും അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുകയാണ്. കാരണം അത് ന്യായമായിട്ടുള്ളൊരു ആവശ്യമാണ്. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ എയിംസിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ആവശ്യം അന്ന് ഉന്നയിച്ചത്. ഇന്നും അത് ആവർത്തിക്കുന്നത്. അദ്ദേഹം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് അറിയില്ല. ഇവിടുത്തെ ആവശ്യം അത് ഞങ്ങൾ ശക്തമായിട്ട് നേരത്തെ ഉന്നയിച്ചിട്ടുള്ളതാണ്. കാസർഗോഡ് നിന്ന് സരീഷ് പി കെ ചേരുകയാണ്. സരീഷ്, എന്താണെങ്കിലും രണ്ട് ജില്ലയെ ചൊല്ലിയുള്ള തർക്കം അങ്ങനെ മൂർച്ഛിക്കുമ്പോൾ എന്താണ് ഇരുപക്ഷവും പറയുന്ന കാര്യങ്ങൾ? അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണോ? ഇതിന്റെ ഒരു രാഷ്ട്രീയമായ ഭിന്നത ഏത് രീതിയിലേക്ക് പോകും? കേരളത്തിലേക്ക് ഒരു എയിംസ് വരുന്നു എന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞത് മുതൽ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കേരളത്തിലേക്ക് ഒരു എയിംസ് വരുന്നു, കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നു എന്നുള്ള പ്രചരണം വന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ അത് കാസർഗോഡിന് വേണം എന്നൊരാവശ്യം ശക്തമായിരുന്നു. കാരണം കാസർഗോഡ് സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമി നിരവധിയുണ്ട്. അതുകൊണ്ട് തന്നെ കാസർഗോഡേക്ക് വരണം. അതോടൊപ്പം തന്നെ പിന്നാക്ക വിഭാഗമാണ്, ആരോഗ്യ രംഗത്ത് പോലും അത്രത്തോളം സജീവമല്ലാത്തൊരു ജില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് എയിംസ് വേണം എന്നൊരാവശ്യം ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാർ കാസർഗോഡിനെ ഒഴിവാക്കിക്കൊണ്ടൊരു പട്ടിക തയ്യാറാക്കി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എയിംസ് വരികയാണെങ്കിൽ അത് ആലപ്പുഴ ജില്ലയ്ക്ക് അർഹമായതാണ് എന്നൊരു പ്രസ്താവന നടത്തിയത്. ഇനി ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ അത് തൃശ്ശൂരിലേക്ക് വരണം, അതുമല്ലെങ്കിൽ അത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. അത് വലിയ പ്രതിഷേധത്തിനാണ്, BJPക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. കാരണം കാസർഗോഡ് ജില്ല വലിയൊരു പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മുൻ ജില്ലാ അധ്യക്ഷനും ഇപ്പോഴത്തെ കോഴിക്കോട് മേഖലാ അധ്യക്ഷനുമായ കെ ശ്രീകാന്താണ് പരസ്യമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ആദ്യഘട്ടം മുതൽ കാസർഗോഡ് ഈ ആവശ്യവുമായി മുന്നോട്ട് പോയതാണ്. BJP തന്നെയാണ്, BJP ജില്ലാ കമ്മിറ്റി, BJP ജില്ലാ അധ്യക്ഷൻ എന്ന രീതിയിൽ താൻ തന്നെയാണ് നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ടത്. അന്നെല്ലാം തന്നെ ആവശ്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം എന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും അർഹമായ ജില്ല കാസർഗോഡാണ്. അതിനപ്പുറത്തേക്ക് ഒരു ജില്ലയുടെ പേര് നിലവിൽ പറയേണ്ടതില്ല എന്ന് തന്നെയാണ്. അതായത് സുരേഷ് ഗോപി പറഞ്ഞത് ശരിയല്ല. അത്തരത്തിലുള്ളൊരു ആലോചന പോലും കേന്ദ്ര സർക്കാർ നടത്താൻ സാഹചര്യത്തിൽ ഇതുവരെ പട്ടികയിലില്ലാത്തൊരു ജില്ലയുടെ പേര് എന്തിനാണ് ഇപ്പോൾ പറയുന്നത്? അതൊരു രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് കെ ശ്രീകാന്ത് പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപി ആലപ്പുഴയിലേക്ക് ഈ എയിംസ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അതിനെയും BJP വിമർശിക്കുന്നുണ്ട്, BJP മേഖലാ പ്രസിഡന്റ് വിമർശിക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെന്നിത്തല ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയ ഭിന്നത കാര്യത്തിൽ ഉടലെടുക്കുന്നു എന്നുള്ളതാണ് കാസർഗോഡ് നിന്ന് സരീഷ് പി കെ പങ്കുവയ്ക്കുന്ന വിവരം. ഇനി